Hello guys, welcome back to my YouTube channel Vinayag Entertainments. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അല്ലേ, കുറേ ദിവസമായി ഞാൻ ഷഷ്ടിയുടെ വീഡിയോസൊക്കെ ഇട്ടുന്നല്ലാണ്ട് പിന്നെ ഇവിടുത്തെ അങ്ങനത്തെ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. ഷഷ്ടി കുറച്ചു അതിൻ്റെ ലൈവുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. എൻ്റെ ഒരു പ്ലാനിൽ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കാരണം ഞാൻ പകുതി വരെ എടുക്കും, പിന്നെ എനിക്ക് എടുക്കാൻ മടിയാവും. അതാണ്. തക്കുട് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ അത് കാട്ടിയേ. തക്കുട് ഇവിടെ കണ്ടോ, ഇവിടെ കിടന്ന് പുല്ലൊക്കെ തിന്നുക. പുല്ല പിന്നെ പശുവിന് നമ്മൾ പുല്ല് കൊടുക്കണ പോലെ കേട്ടോ. ഇതിൽ ഒരു പുല്ല് പൊട്ടിക്കുക, കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടം അവന്. ഇത്രയ്ക്ക് അവന് ഇഷ്ടമുള്ളൊരു സാധനം വേറെ ഇതാ കണ്ടോ, തിന്നാണ്. കണ്ട 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 നല്ല ഇതല്ലേ. ഇവിടേക്ക് നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ കാണാൻ എന്താ ഭംഗി. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ശിവരാത്രിയോടൊക്കെ അനുബന്ധിച്ചാണ് നല്ല കാറ്റ്. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്, നോക്ക് നോക്കില്ല അവൻ. പിന്നെ ഭയങ്കര എന്താ പറയുക, പുല്ലൊക്കെ തിന്നുമ്പോൾ വേറെ ശ്രദ്ധയെ പാടില്ല എന്നാണ് കുട്ടി പറയുന്നത്. ഇവിടെ ഉണ്ട് നമ്മുടെ ചെടികളൊക്കെ ഇവിടെ നല്ലോണം. ഇവിടെ ഈ തുളസി ഉണ്ടായിരുന്നു, അച്ഛൻ ഫ്രണ്ടിലേക്കാക്കി വീടിൻ്റെ സൈഡും. ഇപ്പം ഇവിടെ തക്കുട് ചെറുതിലേ കെട്ടിയ സാനി നെറ്റ്. ഇപ്പം അവൻ അതൊക്കെ സിമ്പിളായിട്ട് ചാടി ഓടിപ്പോവും. എന്നാലും പിന്നെ അവൻ അങ്ങനെ പോവാ, ഇപ്പം ആദ്യത്തെ പോലെ പോക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ ഉണ്ട് മണി പ്ലാന്റുകൾ. പിന്നെ ഇവിടെ ഇത് ഷുഗർ, ഈ അമൃതവള്ളി എന്നൊക്കെ പറയും സാധനത്തിന്. അങ്ങനെ ഇവിടെ തൂങ്ങിപ്പിടിച്ച് ഒക്കെ എടുക്കണ്ട കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ഓല ഇതൊക്കെ ആക്കി ചൂലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓല ഇവിടെ ഇട്ടുണ്ട്. അതാണ് തക്കുട് കിടന്ന്. അവൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുമ്പോൾ കിടന്ന് കളിച്ചോളും. ഓലയിൽ മൂത്രം ഒഴിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് തക്കുടുവിന്. ഈ ചവറൊക്കെ കാണുമ്പോൾ അതേ ഇത് തന്നെയാണ് തക്കുടുവിന്, അല്ലേ തക്കുടു? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്മയുടെ അടിച്ചു വാരിയാണ്. ഇവിടെ ഞാൻ അങ്ങനെ വെറുതെ കിടന്ന് നടക്കുക. ഇവിടെ തക്കുടുവിനെ അയച്ചിടുമ്പോഴേ നോക്കണം. ഞാൻ ആദ്യത്തെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എന്തായാലും വേണമെങ്കിൽ പറയാം. ഇവിടെ വേറെ പട്ടികളുടെ ശല്യം ഉണ്ടല്ലോ നമുക്ക്. അതൊക്കെ കാരണം പട്ടി പൂച്ച എന്തിനാ കണ്ടാലും മതി, തക്കുട് കിടന്ന് ഓടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നിട്ട് വീഡിയോ എടുക്കണ്ടെങ്കിലും എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കി നടക്കുന്നത്. അല്ല പറയാൻ പറ്റില്ല. ഇവിടെ ആകെ ചുറ്റിനും മതിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഉണ്ട് ഒരു കുറേ മുളയാണ്. അമ്മ ഇങ്ങനെ അവിടെ അടിച്ചു വാരിൻ്റെ തക്കുരു അങ്ങനെ കിടന്ന് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ അടിച്ചു വാരി കുറച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ പഴയതുപോലെയാവും, അത്രയ്ക്ക് ചവറവിടെ. ഇവിടെ നമ്മൾ എന്തൊക്കെയാ അമ്മ നട്ടേ? പയറ് നട്ടുണ്ട്. പിന്നെ ഇവിടെ പയറ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയല്ല കേട്ടോ. ഇതാണ് പയറ്. ഇത് പയറല്ലേ? ഇത് പയറാട്ടോ ഗൈസ്. ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കേട്ടില്ലേ, ഇവിടെ ചീര നട്ടുണ്ടായിരുന്നു. വല്ലതും പിടിച്ചാ? ഒരു ചീര പോലും മുളച്ചില്ല ഗൈസ്. അതിനൊക്കെ പാഷൻ ഫ്രൂട്ടാണ് ഇവിടെ ഫുള്ള് ഉള്ളത്. കണ്ടോ, ഇവിടെ നമുക്ക് ചേമ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ചേമ്പ് വന്ന് നാളെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ചേമ്പ്. എന്നിട്ട് വീണ്ടും നട്ടതാ. അതാണ് ഒരു മെനയില്ലാണ്ട് നിൽക്കുന്നത് കണ്ടോ. പിന്നെ ഇലയൊക്കെ ഞാൻ ഇങ്ങനെ വന്ന് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി ഇതാക്കും. എനിക്ക് അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്ര ഓലകൾ ഇവിടെ കിടക്കുന്നത്. അത് വെച്ചാണ് അമ്മ ചൂലൊക്കെ ഉണ്ടാക്കിയത്. തക്കുറുവിനെ വെറുതെ കാട്ടിയേ. വെറുതെ ഒരു ഏരിയ എന്ന പട്ടികൾ വരിക. അവിടെ അപ്പുറത്ത് ഒരു ഷാപ്പുണ്ട്, പിന്നെ അവിടെ കോഴിക്കടയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഈ പട്ടികൾ വരിക. പിന്നെ കൂടുതൽ ഇവിടെ ഈ പറമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഇതാണ്. ഇപ്പുറത്തെ സൈഡിൽ അവിടെ അവിടെ ഒരു വീടുണ്ട്. അവിടെ നിന്നൊരു നാല് പട്ടികളുണ്ട്, നാടൻ പട്ടികളാണ്. അത് അവർ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പോൾ അവറ്റകളെ അയച്ചിടും.
തള്ളപ്പെട്ടി ഉണ്ടായുള്ളൂ. പക്ഷേ അതിൻ്റെ കുട്ടികളടക്കം ഇപ്പോൾ 4 പേരുണ്ട്. അവരെ ഈ നേരത്തൊക്കെ അഴിച്ചിടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവനെ കണ്ടാൽ കുഴപ്പമില്ല, എന്നിട്ടാ ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ഇതിൽ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളതാണ്. കടയ്ക്കൊക്കെ പോകുമ്പോഴേ അവരൊന്നും ചെയ്യില്ല. പക്ഷെ അവർക്ക് ഇവനെ പേടിയാണ്. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ വിധം മാറും. അല്ല ഇങ്ങോട്ടൊക്കെ കണ്ട നാക്കും ഇപ്പം തന്നെ എന്തോ ഉണ്ട്. കണ്ട നാക്കിടുന്ന് കാണിക്കണോക്ക് ഗൈസ്. എന്തിനാ കണ്ടണ്ടേ? അത് ഞാൻ പഠിച്ചേ. എൻ്റെ ഇതെന്നിട്ട് പറയാം, കൈത്തിത്തി സാധനം ഇങ്ങനത്തെ ഇതുണ്ട്, നല്ല സുഖം. എന്നെ എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ വേണമെങ്കിൽ നമുക്ക്. അല്ലേടാ? നടക്കടാ ഗൈസ്. അമ്മ അവിടെ അടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇവിടെ കണ്ടു അടിച്ചു വാരുകയാണ്. പക്ഷേ ഈ ചൂലിന് ഇപ്പം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒരു കാര്യമില്ല, എന്താ വെച്ചാലേ ബലമില്ല, അതാണ് പ്രശ്നം. ഗൈസ്, വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും വേണ പോലെ തന്നെ. അപ്പോൾ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ എന്തായാലും കാണാം. അപ്പോൾ ബൈ.